നമസ്തേ. ഗംഭീരമായൊരു സ്ഥലം കാണിച്ചു തരട്ടെ. ചാലക്കുടിക്കടുത്ത്, ചാലക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. കാവനാട് എന്ന പേരിൽ പ്രശസ്തമായ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്. ശരിക്കും കാവനാട് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഒരു ചാറ്റിലമ്പാടം എന്നാണ്. ചാറ്റിലമ്പാടം കനകമലയൊക്കെ അടുത്താണ്, കനകമല മറ്റത്തൂരൊക്കെ അടുത്താണ് കേട്ടോ. കൊല്ലങ്കോട് പോലെ, കൊല്ലങ്കോടിനേക്കാൾ ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ചാലക്കുടിക്കടുത്തുള്ള ഈ ചാറ്റിലമ്പാടം. ഒരു സൈഡിൽ മലയും പാടങ്ങളും നിറച്ച് കന്നുകാലികളും പശുക്കളൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ഗോശാലയൊക്കെ ഉണ്ട്. ആ ഗോശാലയിലെ പശുക്കളാണ്, കുറേ പശുക്കളുണ്ട്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ? ഈ സ്ഥലത്തിൻ്റെ ഭംഗി എനിക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കൊല്ലങ്കോട് പോലെ തന്നെ അതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ചാലക്കുടിക്കടുത്തുള്ള ചാറ്റിലമ്പാടം. ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളാണ് ഗംഭീര ചാലക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉള്ളു ഇങ്ങടേക്ക്. ഈ സ്ഥലം, ഇതിനടുത്തുള്ള കനകമല മറ്റത്തൂരൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം, ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പലരുടെയും വീഡിയോസ് കണ്ടിട്ടാണ് അറിഞ്ഞത്. എന്ത് രസമുള്ള സ്ഥലം, മലയും പാടവും കുറേ കന്നുകാലികൾ മെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഗോശാലയൊക്കെ ഉണ്ട് കേട്ടോ. ഗോശാല, അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം, അങ്ങനെ എന്തൊക്കെയുണ്ട് ഇവിടെ. അപ്പോൾ ചാലക്കുടി വരെ വന്നപ്പോൾ ഈ സ്ഥലം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത്. ഗംഭീര സ്ഥലമാണ്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ കൊല്ലങ്കോട് പോലെ തന്നെ എനിക്കാണ് കൊല്ലങ്കോടിനേലും ഭംഗിയുണ്ട് സ്ഥലം. കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കൃഷികളുണ്ട്. ഇവിടെയാണ് ഒരു ഗോശാല ഉണ്ടെന്ന് തോന്നില്ല. അപ്പോൾ ഇതാണ് ഗോശാല. ആ ഗോശാലയിലെ പശുക്കളാട്ടോ ഈ കാണുന്നതൊക്കെ. കുറേ പശുക്കളുണ്ട് കണ്ട. ഇത് മൂരിക്കിടാവാണ്. ഇത് കുത്താൻ വന്നു കേട്ടോ. ഇത് ആള് പ്രശ്നമാണ് ഇയാൾ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ചാറ്റിലമ്പാടം എന്നാണ്. ചാറ്റിലമ്പാടം ഞാൻ കാവനാട് പാടി ഫീൽഡിൽ നിന്ന് അടിക്കുമ്പോൾ വരുന്ന സ്ഥലം ഇതാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലം. ഇവിടെ നേരത്തെ പറഞ്ഞത് അവിടെ ഒരു ഗോശാല, ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു മരം കാണാം കേട്ടോ, ആല് പോലെ ഒരു മരം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ലാന്ന് അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞത്. ഇത് ഇങ്ങനെ വിളക്ക് വെക്കുന്നതാണ്. ഒരു മണിയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. പണ്ട് കാലത്ത് പാടത്തെ കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ദേവതകളെ ആരാധിച്ചിരുന്നല്ലോ. ആ ഒരു കൺസെപ്റ്റിൽ വെച്ചതായിരിക്കാണ്ടത്. നല്ല നല്ല മഴ കിട്ടിയിട്ടാ, കൊള്ളാം. മരമില്ലേ, ഇത് മറ്റേ പ്ലാഷ് ആട്ടോ. പ്ലാഷ് നമ്മൾ ഈ കർമ്മങ്ങൾക്കൊക്കെ, ഹോമങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്ലാഷ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. അത് ഇതെല്ലാം ഞാൻ കാണിച്ചേരേ. അതുകൊണ്ട് നോക്കുമ്പോൾ അവിടെ ഒരു വീട് കാണാം കേട്ടോ. അത് ശരിക്കും നമ്മുടെ കൊല്ലങ്കോട് പോകുമ്പോൾ പാടത്തിൻ്റെ സൈഡിലൊരു വീടില്ലേ, അതേപോലെ തന്നെ ഒരു വീടുണ്ട് കേട്ടോ അവിടെ. അത് എന്ത് രസമുള്ള സ്ഥലമാടാ. കണ്ട, എന്നിട്ട് ഡ്രോണൊന്നും വിടാം കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം ഡ്രോണിൽ. കുറച്ച് നാളായിട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വന്നെന്ന് വിചാരിക്കണം. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പം നമ്മുടെ ഈ ഒരു ചാലക്കുടിക്കടുത്തുള്ള അതിഗംഭീരമായ സ്ഥലം. അവിടെ നാട്ടിൽ തന്നെ ഉണ്ട്, കൊല്ലങ്കോട് വരെ തന്നെ ഗംഭീരമായ സ്ഥലം. ഇറങ്ങുമ്പോൾ ഉണ്ട നല്ല രസമുള്ള സ്ഥലം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനും ഇഷ്ടപ്പെടാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു തവണ വന്ന് കാണാവുന്ന സ്ഥലമാട്ടത്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്ത് തുടങ്ങിട്ടാ. ഇതിപ്പോ
മഴ പെയ്തപ്പോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് ഇവിടെ. നനഞ്ഞിട്ട് ക്യാമറ ഒന്നും ക്ലിയർ അല്ല, നനഞ്ഞിട്ട്. മഴ പെയ്തുട്ടോ, മഴ പെയ്തിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ. എൻ്റെ ദൈവം എന്ത് രസാ നോക്കിയേ. എടാ നല്ല മഴ.